മദ്രാസിന്റെ പരുമല പിന്നിട്ട വഴികളിലൂടെ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് തൻ്റെ നാഥന്റെ മുറിപ്പാടുകളോട് പ്രതിവദിച്ച് കത്രശിഷ്യൻ മാർത്തോമ AD 52 മലയാങ്കരയിലെത്തി. അത്ഭുത പ്രവർത്തനങ്ങളാലും അനർവചനീയമായ ജീവിത ദർശനങ്ങളാലും അനേകരെ തന്നിലേക്കും ക്രിസ്തുവിലേക്കും ആകർഷിച്ച് 7 പള്ളികൾ സ്ഥാപിക്കുകയും സഭയുടെ അടിസ്ഥാനമിടുകയും ചെയ്തത് ചരിത്രം. കാലഗതിയിൽ മലങ്കര സഭ പല വൈതരണികളെയും വൈദേശിക മേൽക്കോയ്മകളെയും അതിജീവിച്ച് ഇന്ന് കാണുന്ന ഭാരതസഭയായി ഉയർന്നു വന്നു. ജീവിത സന്ധാരണത്തിനായി മലയാളക്കരയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് പ്രവാസത്തിനായി പോയവർക്കും ആദ്യ ഇടത്താവളം മദ്രാശി പട്ടണമായിരുന്നു. അതിൽ തന്നെ മദ്രാസ് പട്ടണത്തിൻ്റെ ദക്ഷിണ കവാടമെന്ന് കരുതാവുന്ന താമ്പരം ദേശം മലങ്കര സഭാമക്കളുടെ സാന്നിധ്യം കൊണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടും ഇന്നത്തെ പോലെ മുന്നമേ സമ്പന്നമായിരുന്നു. ശാന്തമായ ഗ്രാമാന്തരീക്ഷവും പട്ടണത്തിൽ എത്തിപ്പെടാനുള്ള യാത്രാ സൗകര്യങ്ങളും എല്ലാ കാലത്തും സ്ഥിരതാമസത്തിന് അനുയോജ്യമായ ഒരിടമായി താമ്പരത്തെ മാറ്റിയിരുന്നു. 1937 മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് താമ്പരത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് ഈ ദേവാലയം രൂപപ്പെടുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തി. പഠിക്കുവാനും പഠിപ്പിക്കുവാനും സൈനിക സേവനത്തിനും റെയിൽവേ പോലുള്ള ഉദ്യോഗാവസരങ്ങൾക്കും വ്യാപാരത്തിനുമായി വന്നു ചേർന്ന എല്ലാവർക്കും താമ്പരദേശം ഉചിതമായ ആതിഥ്യം അരുളി. എന്നാൽ മലങ്കര സഭാ മക്കൾക്ക് ആരാധനാ സൗകര്യങ്ങളിലുള്ള പരിമിതി ഒരു ദുഃഖമായി അവശേഷിച്ചു. 1952 വെല്ലൂരിൽ ചികിത്സാർത്ഥം വന്നെത്തിയ പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ കാതോലിക്ക ബാവ മദ്രാസ് ഇടവക സന്ദർശിച്ച വേളയിൽ താമ്പരം ദേശനിവാസികൾ ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധ പിതാവിനെ കാണുകയുണ്ടായി. താമ്പരം ദേശത്ത് ഒരു ആരാധനാ സൗകര്യമെന്ന ചിന്ത ഉയർന്നു വന്നത് ഈ കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിലാണ്. കോളേജിൽ അധ്യാപകരായിരുന്ന വൈദികരുടെ സാന്നിധ്യം ഈ ഉദ്യമത്തിന് ആക്കം കൂട്ടി. 1954 മദ്രാസ് ക്രിസ്ത്യൻ കോളേജിന്റെ ചാപ്പലിൽ അന്നത്തെ കോളേജ് പ്രൊഫസർ ബഹുമാനപ്പെട്ട TG കോശിയച്ചൻ പ്രഥമ ബലിയർപ്പിച്ചു. ഉപരിപഠനാർത്ഥം കടന്നുവന്ന വൈദികർ അവരുടെ പഠനകാലം പൂർത്തീകരിച്ച് മടങ്ങേണ്ടി വരുന്നതുവരെ ഈ ശുശ്രൂഷകൾ തുടർന്നു വന്നു. കോളേജ് ഹാളിൽ മാസത്തിൽ 2 പ്രാവശ്യമെന്ന നിലയിൽ നടന്നു വന്ന ആരാധന പിന്നീട് അവിടെ അസൗകര്യമായപ്പോൾ CSI ആരാധനാലയത്തിൽ തുടർന്നു വന്നു. താമ്പരം, ക്രോംപട്ട്, പല്ലാവരം മുതലായ സ്ഥലങ്ങളിൽ സ്ഥിരതാമസമാക്കിയ മലങ്കര സഭാമക്കൾ വിഘ്നങ്ങളില്ലാതെ ആരാധനാ സൗകര്യമുണ്ടാകണമെന്ന തീവ്രമായ അഭിലാഷത്തോടെ പരിശ്രമിച്ചതിന് പ്രകാരം 1962 ജൂൺ മാസത്തിൽ ഇന്ന് താമ്പരം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ലഭ്യമാക്കി. അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ച ശ്രീ മുനു ആദി അവറുകളുടെ സേവനം അവിസ്മരണീയമാണ്. വിശ്വാസവീരന്മാരും ആരാധനാ പ്രേമികളുമായ താമ്പരത്തെ സഭാമക്കളുടെ അത്യുത്സാഹത്താൽ പ്രസ്തുത സ്ഥലത്ത് ഒരു താൽക്കാലിക ഷെഡും ക്രമീകരിച്ചു. 1964 മാർച്ച് മാസം 22-ാം തീയതി അന്നത്തെ ബാഹ്യ കേരള ഭദ്രാസന അധിപൻ അഭിമന്യ മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമധേയത്തിൽ ബാഹ്യ കേരളത്തിലെ ആദ്യ ദേവാലയമായി അതിനെ പ്രതിഷ്ഠിച്ചു. ചാപ്പലായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓലഷെഡ് കൊടുങ്കാറ്റിൽ നിലം പൊത്തിയ പശ്ചാത്തലത്തിൽ 1966 ഏപ്രിൽ 13-ാം തീയതി ഫാദർ KE ശാമുവേൽ, ഫാദർ ഉമ്മൻ P എബ്രഹാം, ഫാദർ PM കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവക അംഗങ്ങൾ കൂടി വന്ന് പ്രാർത്ഥനാപൂർവം ഒരു സ്ഥിര ദേവാലയത്തിന് ബീജാവാപം ചെയ്തു. മദ്രാസ് ബ്രോഡ്വേ ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആഗതനായ കിഴക്കിന്റെ കാതോലിക്ക പരിശുദ്ധ ബെസിലിയോസ് ഔഗേൻ പ്രഥമൻ ബാവ തിരുമനസ്സുകൊണ്ട് 1966 ഒക്ടോബർ 17-ാം തീയതി വിശുദ്ധ ദൈവമാതാവ്, വിശുദ്ധ ഗീവർഗീസ് സഹദ, പരിശുദ്ധ പരുമല തിരുമേനി എന്നിവരുടെ നാമത്തിൽ 3 ത്രോണോസുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഏകദേശം 300-ൽ പരം ആളുകളെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ പുതിയ ദേവാലയം 1967 നവംബർ 5-ന് ബാഹ്യ കേരള ഭദ്രാസന അധിപൻ അഭിമന്യ മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് കൂദാശ ചെയ്തു.
1969 മാർച്ച് മാസം 30 അഭിമന്യ തിരുമനസ്സുകൊണ്ട് തന്നെ താമ്പരം മാർ ഗ്രിഗോറിയോസ് ചാപ്പലിനെ ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തി. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഭാരതാഗമനത്തിന്റെ 19-ാം ശതാബ്ദിയുടെ സ്മാരകമായി ഒരു കുരിശും തൊട്ടിയും തുടർന്ന് സ്ഥാപിച്ചു. താമ്പരം ഇടവകയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് 1988 മാർച്ച് 20 തുടക്കം കുറിച്ചു. സെപ്റ്റംബർ 25 ഞായറാഴ്ച നടത്തപ്പെട്ട ജൂബിലി സമ്മേളനത്തിൽ അന്നത്തെ തമിഴ്നാട് ഗവർണറും മലങ്കര സഭാ സന്താനവുമായ ഡോക്ടർ PC അലക്സാണ്ടർ ജൂബിലി പ്രഭാഷണം നിർവഹിച്ചു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമത്തിൽ ബാഹ്യ കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട താമ്പരം ഇടവകയിലെ പരിശുദ്ധന്റെ തിരുശേഷിപ്പ് സ്ഥാപിക്കണമെന്ന ചിരകാല അഭിലാഷം 1990 നവംബർ മാസം 3 പൂർത്തീകരിക്കപ്പെട്ടു. തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിന്റെ അകമ്പടിയോടുകൂടി വാഹനയാത്രയായി താമ്പരത്ത് എത്തിച്ചേർന്ന തിരുശേഷിപ്പ് ഘോഷയാത്രയെ കത്തിച്ച മെഴുകുതിരികളുമായി വിശ്വാസ സമൂഹം എതിരേറ്റു. തുടർന്ന് പ്രാർത്ഥനാപൂർവം ദേവാലയത്തിൽ തിരുശേഷിപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. മദ്രാസിന്റെ പരുമല ഇന്ന് പരിശുദ്ധ സഭ ഇന്ന് നാമധേയം ചെയ്തിട്ടുള്ള താമ്പരം ദേവാലയമാണ് മദ്രാശി പട്ടണത്തിൽ പരിശുദ്ധ സഭയ്ക്ക് സ്വന്തമായുണ്ടായ ആദ്യ ദേവാലയം. എന്നാൽ കാലഗതിയിൽ വിശ്വാസ സമൂഹത്തിന്റെ ആവശ്യത്തിനനുസൃതമായി ദേവാലയം വിപുലപ്പെടുത്തേണ്ടി വരികയും അതിൻ പ്രകാരം പുനർനിർമ്മിച്ച ദേവാലയത്തിന്റെ കൂദാശ 1996 ഫെബ്രുവരി 17-18 പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ബാബ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നിർവഹിക്കപ്പെടുകയും ചെയ്തു. മനോഹരമായ 3 ഗോപുരങ്ങൾ കൊണ്ട് പൂർത്തിയാക്കപ്പെട്ടിട്ടുള്ള ദേവാലയ മുഖവാരം അനേകരുടെ ശ്രദ്ധ ആകർഷിച്ച് താമ്പരം ദേശത്തിന് ചൈതന്യമായി നിലകൊള്ളുന്നു. 2013 ചരിത്രഗതിയിൽ 50 വർഷങ്ങൾ പിന്നിട്ട ഇടവക സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ തക്കവണ്ണം വിവിധങ്ങളായ പദ്ധതികൾ പ്രാവർത്തികമാക്കി. ഫെബ്രുവരി 10 വിശുദ്ധ കുർബാന മധ്യേ പരിശുദ്ധ കാതോലിക്ക മോറാൻ മാർ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ ബാബ തിരുമനസ്സുകൊണ്ട് താമ്പരം മാർ ഗ്രിഗോറിയോസ് ദേവാലയത്തെ പരിശുദ്ധ സഭയിലെ മദ്രാസിന്റെ പരുമലയായി പ്രഖ്യാപിച്ചുകൊണ്ട് തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തി. ദൈവകൃപയുടെ തണലിൽ 60 വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ ദേവാലയത്തിലെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് 2023 ഫെബ്രുവരി 19 പ്രാരംഭം കുറിച്ചു. ദേവാലയ നവീകരണം, പാരിഷ് ഡയറക്ടറി പ്രസിദ്ധീകരണം, ആധ്യാത്മിക സംഘടനകളുടെ മദ്രാസ് മേഖലാ സമ്മേളനങ്ങൾ, കൺവെൻഷൻ, ആതുര സേവന പ്രവർത്തനങ്ങൾ മുതലായവ വജ്ര ജൂബിലിയുടെ ഭാഗമായി വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പൗരസ്ത്യ ശ്ലൈഹിക സിംഹാസനത്തിന് കീഴിൽ മദ്രാസ് ഭദ്രാസനത്തിൽ മലങ്കര സഭയ്ക്ക് അഭിമാനകരമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു വരുന്ന താമ്പരം മാർ ഗ്രിഗോറിയോസ് തീർത്ഥാടന ദേവാലയത്തിന്റെ വളർച്ചയും ഉന്നമനവും ഈ ദേശത്തിനും ഇടവക അംഗങ്ങൾക്കും വിദ്യാർത്ഥികളായി കടന്നു വരുന്നവർക്കും ആത്മീകവും ഭൗതികവുമായ വളർച്ചയ്ക്ക് നിദാനമാകുന്നു. ദേവാലയത്തിന്റെ അനുബന്ധ സ്ഥാപനങ്ങളായ സെയിന്റ് തോമസ് നഴ്സറി ആൻഡ് പ്രൈമറി സ്കൂൾ, സെന്റ് തോമസ് പാരിഷ് ഹാൾ, കുരിശടികൾ, മറ്റ് താമസ സൗകര്യങ്ങൾ എന്നിവ ഏവർക്കും സഹായകരവും ഗുണകരവുമായി പ്രവർത്തിച്ചു വരുന്നു. ദൈവകൃപയുടെ തണലിൽ 60 വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്തവരോടുള്ള കടപ്പാട് നിസ്സീമമാണ്. കാലയവനികയ്ക്കുമുള്ളിൽ മറഞ്ഞുപോയവർക്ക് ആദരവർപ്പിക്കുന്നു. ദൈവകൃപ തലമുറകളിലേക്ക് പകരുവാൻ, സ്വർഗവാതിലായി നിലകൊള്ളുവാൻ പരിശുദ്ധനായ പരിമലത്തിനുമേണ്ട മധ്യസ്ഥതയാൽ സർവശക്തൻ ഈ ദേവാലയത്തിന് തുടർന്നും സംഗതിയാക്കട്ടെ.